ശ്രീരേഖ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ടായോ, എവിക്റ്റായോ, പുറത്ത് പോയോ, ട്വിസ്റ്റ് എന്തെങ്കിലും സംഭവിച്ചിരിക്കുകയാണോ, ഡബിൾ എവിക്ഷൻ ആണോ അപ്പോൾ ഈ ആഴ്ച നടന്നത്? ജാൻമണിയെ കൂടാതെ ശ്രീരേഖ ഔട്ടായോ, എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് ന്യൂസസ് കാണുന്നുണ്ട് ശ്രീരേഖ എവിക്റ്റായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സംഭവം സത്യമാണോ? 3 പ്രൊമോ വന്നിട്ടുണ്ട്. ജിൻഡോയെ എടുത്തിട്ട് ഉടുക്കുന്ന ലാലേട്ടൻ ക്യാപ്റ്റൻസി വിഷയത്തിൽ. രണ്ടാമത് അവയവദാനത്തെ കുറിച്ചിട്ട് ശ്രീരേഖയെ പ്രശംസിക്കുന്ന ലാലേട്ടൻ. മൂന്നാമത് വീട്ടുകാർക്ക് ചാർജ് നടത്താൻ വേണ്ടിയിട്ട് ബാറ്ററി ചാർജിങ് ടാസ്ക് കൊണ്ടുവരുന്ന ലാലേട്ടൻ. അങ്ങനെ 3 പ്രൊമോയുടെയും കാര്യം പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീരേഖയുടെ എവിക്ഷൻ അപ്ഡേറ്റും പറയാനുണ്ട്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം പോകുന്നതിനെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തൊരു മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അപ്പോൾ ശ്രീരേഖ എവിക്റ്റായോ? അത് തന്നെ ആദ്യം പറയാം. ശ്രീരേഖ പുറത്തായിട്ടില്ല. ഡബിൾ എവിക്ഷനും നടന്നിട്ടില്ല. ഡബിൾ എവിക്ഷനും ഇന്നലെ ലാലേട്ടൻ പറയുന്നുണ്ട്. 1-ൽ കൂടുതൽ ആൾക്കാർ പുറത്തു പോകുമെന്ന് പറയുന്നുണ്ട്. ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ ഇന്നലെ രാത്രി തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ് ആരും ഔട്ടായിട്ടില്ല, നോ എവിക്ഷൻ ആണെന്നുള്ള കാര്യം. വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ അറിഞ്ഞത് നോ എവിക്ഷൻ ആണ്. ജാൻമണി മാത്രമേ പുറത്ത് പോയിട്ടുള്ളൂ എന്നാണ്. അതായത് ഈ വീട്ടുകാരെ പേടിപ്പിച്ച് എവിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം നോ എവിക്ഷൻ ആണെന്ന് ലാലേട്ടൻ പറയുകയോ കാണിക്കുകയോ ചെയ്യുമായിരിക്കാം. നോ എവിക്ഷൻ ആണ്, വീട്ടിൽ നിന്നും ആരും പുറത്തേക്ക് പോയിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ഇനി നമുക്ക് നോക്കാം, എപ്പിസോഡ് വരട്ടെ. ഡബിൾ എവിക്ഷൻ ഒന്നും നടന്നിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി അടുത്ത ദെൻ പ്രൊമോ. ഒന്നാമത്തെ പ്രൊമോ ജിൻഡോയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിച്ചിട്ടുള്ള പ്രൊമോയാണ്. ജിൻഡോയുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു? റസ്മിൻ പറയാണ് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. സായി പറയാണ് അങ്ങനെ ഭയങ്കരമായൊരു ഫ്ലോപ്പ് എന്നൊന്നും പറയാനൊന്നും അല്ല. അപ്പോൾ അപ്സര പറയാണ് വളരെ മോശം ക്യാപ്റ്റൻസി. ശ്രീരേഖ വളരെ മോശം ക്യാപ്റ്റൻസി. അർജുൻ പറയാണ് പവർ റൂമിൻ്റെ പപ്പറ്റ് പോലെയാണ് ജിൻഡോ പെരുമാറിയത്. നോറ പറയാണ് ക്യാപ്റ്റൻ തന്നെയായിരുന്നു ഈ ആഴ്ച മൊത്തം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം ജാസിം പറയാണ് ഇയാൾ ചെയ്യുന്നതിനൊക്കെ ചിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറ്റു ആൾക്കാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് പുള്ളി വലിയ ഹീറോ ആണെന്ന് പറഞ്ഞ് നടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് ജിൻഡോ പവർ റൂമിൻ്റെ ആരുടെയെങ്കിലും കയ്യിലെ പപ്പറ്റ് ആണ് എന്ന് തോന്നിയവർ ആരൊക്കെയാണ്, അവർക്ക് കൈവെക്കാം എന്ന് ലാലേട്ടൻ പറയുന്നതാണ് ഒന്നാമത്തെ പ്രൊമോ. അതായത് ജിൻഡോയുടെ ക്യാപ്റ്റൻസി ക്വസ്റ്റ്യൻ ചെയ്യുന്ന പ്രൊമോയാണത്. അടുത്ത രണ്ടാമത്തെ പ്രൊമോ വന്നിരിക്കുന്നത് ഒരു ചാർജിങ് ടാസ്ക് ആണ്. ഒരു ബാറ്ററിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോരുത്തർക്കും എത്ര ചാർജ് കൊടുക്കണം, ഇത്ര ബൂസ്റ്റിംഗ് മതിയോ എന്നുള്ള പറയുന്ന ഒരു സിമ്പിൾ ഒരു ടാസ്ക് ആണ്. അതിനുശേഷം മൂന്നാമത്തെ ടാസ്ക് ശ്രീരേഖയും സിബിനും കൂടെ ഒരു ആക്ട് നടത്തിയില്ലേ, ഒരു ഹൃദയ ശസ്ത്രക്രിയ, തൻ്റെ മരിച്ചുപോയ മകൻ്റെ ഹൃദയം കൊടുത്ത അതിൻ്റെ അവയവദാനത്തിൻ്റെ ശ്രീരേഖയും സിബിനെയും പ്രശംസിച്ചുകൊണ്ട് സൂപ്പറായിരുന്നു. ഞാനും എൻ്റെ അവയവങ്ങളെ എല്ലാം തന്നെ ഓൾറെഡി ദാനം ചെയ്തിട്ടുണ്ട് മരിച്ചതിന് ശേഷം. ഇതുകൊണ്ട് യാതൊരുവിധ ഉപയോഗവും ഇല്ല. നമ്മുടെ 2 കണ്ണുകൾ കൊണ്ട് 2 പേർക്ക് നമുക്ക് കാഴ്ച നൽകാൻ പറ്റും, ഓരോ കണ്ണ് വീതം കൊണ്ട് എന്നൊക്കെ പറയാണ് ലാലേട്ടൻ. അപ്പം ശ്രീരേഖ പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല 2-3 കുറച്ച് കണ്ടസ്റ്റൻസിനും ഇവിടെ അങ്ങനെ ചെയ്യണം എന്നുണ്ട് എന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം ലാലേട്ടനോട് പറയുന്നതും ലാലേട്ടൻ പ്രശംസിക്കുന്നതായിട്ടുള്ള പ്രൊമോയാണ്. അങ്ങനെ 3 പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഈ ശ്രീരേഖ എവിക്റ്റായി എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ കാണുകയാണ് ഈ സംഭവം. ഞാൻ വിചാരിച്ചു നോർമലി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെയൊക്കെ ഫേക്കൊക്കെ എല്ലാ ആഴ്ചയും വരാറുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും വന്നതെന്നാണ്. പക്ഷേ ഇത് ശ്രീരേഖ എവിക്റ്റായി ഇപ്പോൾ വീടെത്തി എന്നുള്ള ലെവലിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. ശ്രീരേഖ എവിക്റ്റഡ്. ആരാണ് ഈ ഫേക്ക് ന്യൂസസ് ഒക്കെ ഇങ്ങനെ പുറത്തു വിടുന്നതെന്ന് അറിയത്തില്ല. ശ്രീരേഖ എവിക്റ്റഡ് ഒന്നും അല്ല. ഞാൻ അറിഞ്ഞത് ഡബിൾ എവിക്ഷൻ അല്ല, സിംഗിൾ എവിക്ഷനാണ്. ഒരൊറ്റ എവിക്ഷനേ നടന്നിട്ടുള്ളൂ. അത് ജാൻമണിയാണ്. ജാൻമണി എയർപോർട്ടിലൊക്കെ വന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. വേറെ ആരും എവിക്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. ബിഗ് ബോസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.